കുട്ടികൾ ഫോൺ സൈറ്റ്സ് വാച്ച് ചെയ്യുന്നത്, അത് വളരെ ആക്സസിബിൾ ആണ്. എന്നാൽ ഈ പേരൻസ് ആയിട്ടുള്ള ഇപ്പോൾ ഗ്രാൻഡ് പേരൻസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് അവർക്ക് ഇതിൻ്റെ ടെക്നിക്കൽ നോ ഹൗ ഇല്ല ഇത് റെസ്ട്രിക്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കൂടി നമ്മളിതെങ്ങനെ ഒരു വീട്ടിലെ ഒരു കേരളത്തിലെ ഒരു കുടുംബത്തിൽ ഒരു വീട്ടിലിരുന്ന ഒരു കുഞ്ഞിനെ നമ്മളിതെങ്ങനെ എവിടുന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തുടങ്ങും? ബോഡി ട്രയാങ്കിൾ. സോ ദിസ് പാർട്ട് ലൈക്ക് എ ട്രയാങ്കിൾ, ഒരു വലിയ ഏരിയ ആൻഡ് ദിസ് ട്രയാങ്കിൾ. സോ ഈ ഏരിയയിൽ, ബോഡിയിൽ ഈ ഏരിയയിൽ നമ്മൾ കുളിക്കുമ്പം ടച്ച് ചെയ്യാം. അത് കുളിപ്പിക്കുന്നത് ആരാണോ, മദർ. പക്ഷേ ഡോക്ടർ ക്യാൻ ടച്ച് ഡെഫിനറ്റ്ലി. 2K കിഡ്സിനാണ് കൂടുതൽ അക്രമവാസന, അവരുടെ മാനസികാരോഗ്യം ശരിയല്ല, മെന്റലി അവർ കുറച്ചും കൂടി ക്രൂവൽ മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. ഒരു സെക്ഷുവൽ ഇൻറ്റർകോഴ്സ് പോലും നടക്കാതെ ഇരിക്കുന്ന, അതായത് കല്യാണം ഇൻ അവർ സൊസൈറ്റി ഈസ് എ പെർമിഷൻ ടു ഡു എൻഗേജ് ഇൻ സെക്ഷൽ ആക്ടിവിറ്റി ആണ്. സോ കല്യാണം കഴിഞ്ഞിട്ട് സെക്ഷൽ എൻഗേജ്മെൻറ്റ് ചെയ്യാതെ ഇരിക്കുന്ന എത്രയോ കപ്പിൾസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ചൈൽഡ് സെക്ഷൽ അബ്യൂസ് എന്നുള്ളത് ഡെഫിനറ്റായിട്ടും ഒരു വ്യക്തി കുട്ടിയായിട്ടിരിക്കുമ്പോൾ അവർക്കെതിരെ ഒരു അഡൽട്ട് അല്ലെങ്കിൽ അവരിൽ വയസ്സിൽ മുതിർന്നവർ ചെയ്യുന്ന സെക്ഷലി ഉള്ള അബ്യൂസസ് ആണ്. ഇപ്പം ഞാൻ ഫാമിലി തെറപ്പി, കപ്പിൾ തെറപ്പി ചെയ്യുന്ന ഒരു പ്രാക്ടീസിൽ കപ്പിൾ തെറപ്പിയും ചെയ്യാറുണ്ട്. സോ ഒരു സെക്ഷുവൽ ഇൻ്റർകോഴ്സ് പോലും നടക്കാതെ ഇരിക്കുന്ന, അതായത് കല്യാണം ഇൻ അവർ സൊസൈറ്റി ഈസ് എ പെർമിഷൻ ടു ഡു എൻഗേജ് ഇൻ സെക്ഷൽ ആക്ടിവിറ്റി ആണ്. സോ കല്യാണം കഴിഞ്ഞിട്ട് സെക്ഷൽ എൻഗേജ്മെൻറ്റ് ചെയ്യാതെ ഇരിക്കുന്ന എത്രയോ കപ്പിൾസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒന്നും രണ്ടും അല്ല പറയുന്നത്, ഒരുപാട് മീൻസ് ഭയങ്കര മെജോറിറ്റി അല്ല, പക്ഷെ ദർ ആർ എ ഗ്രൂപ്പ് ഓഫ് കൺസൾട്ടേഷന് വരുന്നവരിൽ അവരും ഒരു ഭാഗം തന്നെയാണ്. ഭയങ്കര റെയർ അല്ല, വളരെ നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കും. ചിലപ്പം സെക്ഷുവാലിറ്റി റെഡി ആവാത്തത് കൊണ്ട് ഇന്റർപേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടാവാം. അത് പല രീതിയിലാണ്. ഒന്ന് രണ്ട് ഇനീഷ്യലി ആദ്യമായിട്ട് കാണുമ്പം ഡെഫിനറ്റായിട്ടും രണ്ട് കപ്പിൾസിനും എറോസൽ ഉണ്ടാകാം, അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ ഉണ്ടാകാം, ഇഷ്ടമുണ്ടാകാം, സെക്ഷലായിട്ടുള്ള കാര്യങ്ങൾ അവർ എൻഗേജ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അതിനൊരു കംഫർട്ട് ഉണ്ടാക്കിയെടുത്ത് ആസ് എ കപ്പിൾ സെക്ഷുവാലിറ്റിയിലും ഇമ്പ്രൂവ് ചെയ്യണം ആസ് എ കപ്പിൾ. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും വരാൻ സാധിക്കാത്തത് പലപ്പോഴും മിസ്കൺസെപ്ഷൻസ് ആൻഡ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത എഡ്യൂക്കേഷനാണ്. പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ലാത്തത് തന്നെയാണ്, പ്രോപ്പർ സെക്ഷൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഈ ഏരിയയിലെല്ലാം തന്നെ കാണുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൂടി നമ്മളിതെങ്ങനെ ഒരു വീട്ടിലെ ഒരു കേരളത്തിലെ ഒരു കുടുംബത്തിൽ ഒരു വീട്ടിലിരുന്ന ഒരു കുഞ്ഞിനെ നമ്മളിതെങ്ങനെ എവിടുന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തുടങ്ങും? അഗെയിൻ ഗോയിങ് ബാക്ക് ടു ദ ബേസിക്സ്. ഏത് വയസ്സ് മുതലാണ് ഇപ്പം ഒരു 12 വയസ്സ് 15 വയസ്സുള്ളൊരു കുട്ടീനെ പിടിച്ചിരുത്തിയിട്ട് ആ ഏജിൽ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് ഞാൻ പറയുന്നത്, നമുക്കിപ്പം മിക്ക വീടുകളിലും പാരൻസ് മാത്രമാവില്ല, അവിടെ ഗ്രാൻഡ് പാരൻസ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി വരുന്നുണ്ട്. അപ്പം അവർ കൂടെ ശ്രദ്ധിച്ചാൽ മാത്രം കുട്ടികളിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ ഈ ചില വേർഡ്സ് കേൾക്കുമ്പോൾ മാറ്റുന്ന ഒരു ഷൈനസ് ഒക്കെ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യം. സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എപ്പോഴും ഓരോ പ്രായത്തിനനുസരിച്ച്, അതായത് ഇപ്പോൾ അഡോളസെൻറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് ഇൻഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക്. ആൻഡ് ചൈൽഡായിട്ടിരിക്കുമ്പോൾ, കുട്ടികളാകുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കുട്ടീനെ കുളിപ്പിക്കുമ്പോൾ, കുട്ടീനെ ഡ്രസ്സ് ചെയ്യിപ്പിക്കുമ്പം, അങ്ങനെയുള്ള സമയത്ത് കുട്ടിക്ക് ബോഡി പാർട്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സേഫ്, കംഫർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. സോ നമ്മൾ സാധാരണ കുട്ടികൾക്ക് സെക്ഷുവാലിറ്റി ഒരു കംഫർട്ട് എന്നുള്ള രീതിയിൽ ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, അല്ലെങ്കിൽ സേഫ് ടച്ചിൻ്റെ കാര്യങ്ങളിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ബോഡി ട്രയാങ്കിൾ. സോ ദിസ് പാർട്ട് ലൈക്ക് എ ട്രയാങ്കിൾ, ഒരു വലിയ ഏരിയ ആൻഡ് ദിസ് ട്രയാങ്കിൾ. സോ ഈ ഏരിയയിൽ, ബോഡിയിൽ ഈ ഏരിയയിൽ നമ്മൾ കുളിക്കുമ്പം ടച്ച് ചെയ്യാം. അത് കുളിപ്പിക്കുന്നത് ആരാണോ, മദർ. പക്ഷേ ഡോക്ടർ ക്യാൻ ടച്ച് ഡെഫിനറ്റ്ലി. പക്ഷേ ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ അഡൽട്ട്. പക്ഷെ കുട്ടി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരാണെങ്കിലും ആ ഏരിയയിൽ നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ടച്ച് ചെയ്താൽ അമ്മയോട് വന്ന് പറയണം, ഫാദറിൻ്റെ അടുത്ത്. പേരൻസ് ഇൻവോൾവ് ആവേണ്ടതുണ്ട്. പലപ്പോഴും പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികൾക്ക് ജെൻഡർ നമ്മൾ
പറയേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ആൺകുട്ടികൾക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ ഫാദർ തന്നെ ആയിരിക്കും കൂടുതൽ അപ്രോപ്രിയേറ്റ്. പെൺകുട്ടികൾക്ക് അത് മദറിൻ്റെ അടുത്തുനിന്ന് വരുന്നതായിരിക്കും അപ്രോപ്രിയേറ്റ്. അല്ലാണ്ട് പറ്റില്ല എന്നല്ല, അത് അത്രയും റെസ്പോൺസിബിളായിട്ട് അവർ ചെയ്യേണ്ടതുണ്ട്. കുറച്ചുകൂടെ വളർന്നു വരുമ്പം ഈ ടോക്സ് കുറേ കൂടെ ഒരു അഡോളസൻ്റ് ഏജിലേക്ക് ആകുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്നിട്ട് സംസാരിക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പം ഗ്രാൻഡ് പേരൻസ് അവിടെ ഉണ്ടെങ്കിൽ അവരെ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ കുട്ടി പേരൻസുമായിട്ട് അല്ലെങ്കിൽ പേരൻസ് ഓരോ കുട്ടിയുമായിട്ടും സ്പെൻഡ് ചെയ്യുന്ന ക്വാളിറ്റി ടൈമുണ്ട്. അതിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള കോൺവെർസേഷൻസും കൊണ്ടുവരാൻ സാധിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇത് വേറൊരിടത്തു നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ആണെങ്കിലും ഇപ്പം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. വെച്ചാൽ ക്ലയൻസ് ആയിട്ട് വരുന്നവർ പോലും കുട്ടികൾ പോൺ സൈറ്റ്സ് വാച്ച് ചെയ്യുന്നത് അത് വളരെ ആക്സസിബിൾ ആണ്. എന്നാൽ ഈ പേരൻസ് ആയിട്ടുള്ള ഇപ്പോൾ ഗ്രാൻഡ് പേരൻസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് അവർക്ക് ഇതിൻ്റെ ടെക്നിക്കൽ നോ ഹൗ ഇല്ല ഇത് റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു മൊബൈൽ ഫോണ് ഒരു ഗ്രാൻഡ് മദറിൻ്റെ അല്ലെങ്കിൽ പേരൻറ്റിൻ്റെ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നന്നാക്കി കൊടുക്കുന്നത് ഈ കുട്ടികളായിരിക്കും. വിച്ച് മീൻസ് അവർക്കത് ടെക്നിക്കലി റെസ്ട്രിക്റ്റ് ചെയ്യാൻ അറിയില്ല. അപ്പം ഇത് ടെക്നിക്കലി വളരെ കുട്ടികൾ വൈഡായിട്ട് തന്നെ ആക്സസ് ഉണ്ട്. അതെല്ലാവരും അത് കണ്ടുകൊണ്ടിരിക്കുമോ എന്നുള്ളതൊന്നും അല്ല വിഷയം. പക്ഷേ കാണാനായിട്ടുള്ള സാധ്യത അവിടെ ഉണ്ട്. അതല്ലെങ്കിൽ അഗെയിൻ ഗവൺമെൻറ്റൽ ലെവലിലൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്ത് നമ്മൾ ചില രാജ്യങ്ങളെ പോലെ ഒരു ആക്സസും കൊടുക്കാതെ ഇരിക്കുന്ന ലെവലിലേക്കൊക്കെ ഡെമോക്രസിയിൽ അത് പറ്റൂല. റൈറ്റ്. അപ്പം അങ്ങനെ കുട്ടികൾക്കിത് കിട്ടുമ്പോൾ നമ്മളുടെ പ്രശ്നമല്ല. സോ ഇഫ് എ പേരൻറ്റ് ഹാസ് എ ഡിഫിക്കൽട്ടി, ഇഫ് എ ഗ്രാൻഡ് പേരൻറ്റ് ഹാസ് എ ഡിഫിക്കൽട്ടി, ഇഫ് എ റിലേറ്റീവ് ഹാസ് എ ഡിഫിക്കൽട്ടി, പ്ലീസ് ബ്രിങ് ദ ചിൽഡ്രൻ ടു എ പ്രൊഫഷണൽ. അവർക്ക് ബുദ്ധിമുട്ടാകുന്ന പോയിന്റ്സ് അത് ചെറിയ കുട്ടികൾക്കാണെങ്കിലും. പിന്നെ നമ്മൾ അബ്യൂസ്, ഇപ്പോൾ ഈ ഒരു വിഷയം പറയുമ്പോൾ ഡെഫിനറ്റായിട്ടും ചൈൽഡ് സെക്ഷൽ അബ്യൂസിൻ്റെ കാര്യം പറയുക തന്നെ വേണം. അത് പേരൻസിൻ്റെ അടുത്തേക്ക് കുട്ടി 1-2 തവണ എങ്ങനെയെങ്കിലുമൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ പലപ്പോഴും ഈ പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ആയിട്ടുള്ളവർ തന്നെ അതിനെ അങ്ങ് നെഗേറ്റ് ചെയ്ത് അതിനെ ഇല്ല അല്ലെങ്കിൽ അതിനെ ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളിലാണ് കുട്ടികൾ പലപ്പോഴും അവരിലേക്ക് തന്നെ ഒതുങ്ങുകയും അല്ലെങ്കിൽ അതിലേക്ക് എൻഗേജ്ഡ് ആകുകയും ഒക്കെ ചെയ്യുന്നത്. സെക്ഷൽ എക്സ്പീരിയൻസ് എപ്പോഴും കുട്ടികൾക്ക് ഡിഫിക്കൾട്ട് ആവണം എന്നും ഇല്ല. ഞാനത് പറയുന്നത് ഇപ്പോൾ നമ്മൾ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് എന്നുള്ളത് ഡെഫിനറ്റായിട്ടും ഒരു വ്യക്തി കുട്ടിയായിട്ടിരിക്കുമ്പോൾ അവർക്കെതിരെ ഒരു അഡൽട്ട് അല്ലെങ്കിൽ അവരിൽ വയസ്സിൽ മുതിർന്നവർ ചെയ്യുന്ന സെക്ഷലി ഉള്ള അബ്യൂസസ് ആണ്. പക്ഷെ ചിലപ്പോൾ ആ കുട്ടിക്ക് അത് പ്ലഷറബിളായും തോന്നാം ബിക്കോസ് ഓഫ് ദ റെസ്പോൺസ് ഓഫ് സെക്ഷൽ ഓർഗൻസ് ആൻഡ് ചെറിയ കുട്ടികളുടെ ആണെങ്കിലും സെക്ഷൽ റെസ്പോൺസ് ബോഡി റെസ്പോൺസിനനുസരിച്ച് അവർക്ക് എപ്പോഴും അത് പെയിൻഫുൾ ആവണം എന്നോ അല്ലെങ്കിൽ ഹേർട്ട് ആവണം എന്നോ അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആവണം നിർബന്ധമില്ല. സ്റ്റിൽ ഇറ്റ് ഈസ് അബ്യൂസ്. കുട്ടിയുടെ എക്സ്പീരിയൻസ് ഒരുപക്ഷെ പ്ലഷറബിൾ ആയിരുന്നിരുന്നെങ്കിൽ കൂടി അത് അബ്യൂസിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പം ഇതെല്ലാം തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു പേരൻറ്റിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കത് പറ്റുന്നില്ല എങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കാം. അതൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ അടുത്ത് അതിനായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് ആണെങ്കിലും, പക്ഷേ ആ ഒരു സെക്ഷൽ എഡ്യൂക്കേഷനിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഉള്ള സപ്പോർട്ട് ഈ പറയുന്ന പ്രോസസ്സിന് എടുക്കാവുന്നതാണ്. ഈ പറഞ്ഞതുപോലെ ഈ സെക്ഷൽ അബ്യൂസും ക്രൈമും കാര്യങ്ങളും ഒക്കെ ഇപ്പം ട്രോളാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടി അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ ഈ അടുത്തായിട്ട് നിറയുന്നത് 2K കിഡ്സിൻ്റെ അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ഒരു ഇതുണ്ടോ? 2K കിഡ്സിനാണ് കൂടുതൽ അക്രമവാസന, അവരുടെ മാനസികാരോഗ്യം ശരിയല്ല, മെൻ്റലി അവർ കുറച്ചും കൂടി ക്രൂവൽ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്, അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല. പൊതുവെ ഇപ്പം പണ്ട് കാലത്തും ക്രൈം ഉണ്ടായിരുന്നില്ലേ? ചെറിയ കുട്ടികളിൽ ഇപ്പം 90s നോക്കിയാൽ 80s നോക്കിയാലും ചെറിയ കുട്ടികളുടെ ഇടയിൽ ക്രൈം ഉണ്ടായിരുന്നു. മേ ബി ഇപ്പം അതിന് നമ്പർ കൂടുന്നു എന്നുള്ളൊരു കാര്യം ഉണ്ടാവാം. ഹൗവർ ഞാൻ ഇടയ്ക്ക് എപ്പോഴോ പറഞ്ഞ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ഒരു പാറ്റേണിൽ വളർന്നു വന്ന ഒരു തലമുറ നമ്മൾക്കുണ്ട് ഇപ്പോഴുള്ളവർ. സോ അവരിൽ പ്ലഷറും ഇൻസ്റ്റൻ്റ്ലി അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പം അവരൊരു പക്ഷേ നല്ല രീതിയിൽ ഒരു സിനിമയോ പാട്ടോ ആസ്വദിക്കുന്നവരാകാം.
നന്നായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്യുന്നവരാകാം. അതുപോലെ അജിറ്റേഷനും അഗ്രഷനും അവരിൽ കാണും എന്നുള്ളതാണ്. സോ ഈ അജിറ്റേഷൻ്റെ പാർട്ട് മാത്രമാവില്ല, റൈറ്റ്? അവിടെ എല്ലാ ഏരിയയിലും ഒരു പക്ഷേ അവർക്ക് ആ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. അതിൻ്റെ കാരണം ഇപ്പം ഒരു ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ബോൾ എടുത്ത് പുറത്ത് പോയി കളിക്കുന്നതും ഒരു വീഡിയോ ഗെയിം കളിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അവരുടെ ബ്രെയിൻ പാറ്റേണിൽ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടാവാം. ഡെഫിനിറ്റീവായിട്ട് പറയാത്തത് അതിനൊരു സയന്റിഫിക് ബേസിസ് ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ്. അത്രേ നമുക്കൊരു സ്പെക്കുലേഷൻ അതിൻ്റെ അകത്ത് പറയാൻ പറ്റുള്ളൂ. കാരണം അവർ അഗ്രസീവ് ആണെന്ന് ജനറലി എല്ലാവരെയും വെച്ചിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവർക്ക് ഒരു എനിക്ക് ചില കാര്യങ്ങൾ നോക്കുമ്പം വളരെ സെൻസിബിൾ ആയിട്ടുള്ള, വളരെ എംപത്തറ്റിക് ആയിട്ടുള്ള, ലൈക്ക് ഫ്രണ്ട്സിനെ അത്രയും എക്സ്പ്രസീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പണ്ട് കാലത്ത് കാണാത്ത, ഇപ്പോൾ ഫ്രണ്ട്സിനെ കെയർ ചെയ്യുന്ന രീതിയിലാണെങ്കിലും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ ഇടപെടുന്ന രീതിയിലാണെങ്കിലും, അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള അവയർനെസ് ആണെങ്കിലും ഒക്കെ വളരെ നല്ലതായിട്ടുള്ള ഒരു ജനറേഷനാണ്. ഇപ്പം ഒരു മെൻ്റൽ ഹെൽത്ത് എന്താ പറയുക ഇഷ്യൂ വരുമ്പം അതിനെ ഓപ്പണായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന, അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന യങ് അഡൽട്ട്സ് ആയിട്ടുള്ളവരാണല്ലോ നമ്മൾ 2K കിഡ്സ് എന്ന് പറയുന്ന ആൾക്കാർ. ഒരു ഇപ്പം 40 വയസ്സുള്ളവരോ 60 വയസ്സുള്ളവരോ ഒന്നും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രശ്നമുണ്ട്, അവർക്കത് എന്താ പറയുക അതിന് ഹെൽപ്പ് എടുക്കണമെന്ന് ഒരു തരത്തിലും സമ്മതിക്കാത്ത ആൾക്കാരാണ്. അത് ആൾക്കാരുടെ അവയർനെസ്സിൻ്റെ പ്രശ്നം കൊണ്ടും സ്റ്റിഗ്മ കൊണ്ടും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിലുള്ള സ്റ്റിഗ്മ കൊണ്ടും ഒക്കെ തന്നെയാണ് അത് ഉണ്ടാവുക. പക്ഷേ ഒരു യങ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ അവരത് കൂടുതൽ ഓപ്പണാണ്. അവർ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് നീഡ് ആവശ്യമുണ്ട് എന്ന് തോന്നി അതിനെ അപ്രോച്ച് ചെയ്യുന്നവരാണ്. അവരുടെ കൂടെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഫ്രണ്ട്സിന് വേണ്ടി അവർ ഒരുപാട് സമയം ചെലവഴിക്കുന്നു, വിച്ച് മീൻസ് എംപത്തി. അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. അഗ്രഷൻ മാത്രമല്ല. ഞാൻ അവരോട് വർക്ക് ചെയ്യുന്നതാണ്. സോ ഐ നോ ദാറ്റ്, റൈറ്റ്? ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് പറയാൻ പറ്റും, ലൈക്ക് ഇപ്പം 40 വയസ്സുള്ള ഒരു ക്ലയൻറ്റ് വന്നിട്ട്, പണ്ട് ഞാൻ ആലോചിക്കുമായിരുന്നു എനിക്ക് മെൻ്റൽ ഹെൽത്ത് കെയർ ഒക്കെ വേണമെന്ന്, പക്ഷേ അന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം അതിൻ്റെയും കോംപ്ലിക്കേഷനായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറേ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. വേറാസ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് അവർക്കൊക്കെ ഇന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അതൊരു ബ്രേക്കപ്പ് ആകാം, ആസ് സിമ്പിൾ ആസ് എ ബ്രേക്കപ്പ് എന്ന് ഞാൻ പറയും. കാരണം ഫസ്റ്റ് ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് വരുന്ന ഞാൻ പറയും ഒരു 10 ബ്രേക്കപ്സ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം. പക്ഷേ അതുപോലും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാൻ റെഡിയാണ് അവർ. ചിലപ്പോൾ അവരുടെ പേരൻസിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്ത് അവർക്കുള്ള പോക്കറ്റ് മണിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടായിരിക്കും വരുന്നത്. ഇതേ കാര്യം തന്നെ അത്. സോ പ്ലഷർ സീക്കിങ്ങിലും അവർ ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ടാകാം, എംപത്തി എക്സ്പ്രഷനിൽ ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ടാകാം, അഗ്രഷനിലും ഒരുപക്ഷെ കുറേ ആൾക്കാരൊക്കെ ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ടാവാം. ഇതെല്ലാം കണ്ടുകൊണ്ട് പുറത്തിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഒരു സൊസൈറ്റി ഉണ്ട്. ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഒരു കുഞ്ഞൊരു ക്രൈം ചെയ്തു, അല്ലെങ്കിൽ ഒരു ക്രൈം എന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു കേസോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ അവനൊരു ക്വസ്റ്റ്യനായി നിൽക്കുന്നു, അതൊരു വാർത്തയാവുന്നു, ആളുകൾ അറിയുന്നു. ശേഷം സോഷ്യൽ മീഡിയ ആയാലും അവൻ്റെ മെൻ്റൽ ഹെൽത്തിനെ അല്ലെങ്കിൽ ആ തിരുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കുട്ടിയെ മാനസികമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ. കുഞ്ഞാണെങ്കിൽ ക്രൈം അല്ല, ഐ കനോട്ട് എഗ്രി. കുട്ടികളാണെങ്കിൽ ക്രൈം അല്ല. സോ ഒരു കുട്ടിയല്ല. സോ കുട്ടിയെന്ന് പറയുമ്പോൾ അഗെയിൻ ഞാനൊരു പ്രൊഫഷണൽ ലെവലിൽ പറയുകയാണെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാത്ത അഡോളസൻസ്, യങ് അഡൽട്സ് ഒക്കെ അവരുടെ ജഡ്ജ്മെൻറ്റിലും പെർസെപ്ഷനിലും ബിഹേവിയറിലും മിസ്റ്റേക്സ് ഉണ്ടാവാം. അഡൽട്സ് മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നില്ലേ? അഡൽട്സ് ക്രൈം ചെയ്യുന്നില്ലേ? അഡൽട്ടായിട്ടുള്ളവർ ചെയ്യുന്ന എന്തെല്ലോ കാര്യങ്ങളുണ്ട്. ലൈക്ക് ഇപ്പം അത് സോഷ്യൽ ലെവലിലാണെങ്കിലും പൊളിറ്റിക്കൽ ലെവലിലാണെങ്കിലും ഏത് ഏരിയയിൽ നോക്കിയാലും അഡൽട്ട് ഉണ്ട്. സോ ഇഫ് എ ചൈൽഡ് ഇസ് ഡൂയിങ് സംതിങ് നോട്ട് അക്സെപ്റ്റബിൾ ടു എ പേഴ്സൺ, അത് കുട്ടിയുടെ കുറ്റമല്ല. അതിന് സമൂഹം തന്നെ ഉത്തരവാദികളാണ്. അത് സമൂഹം എന്ന് പറയുമ്പം നിങ്ങൾ ഇപ്പുറത്ത് നിന്ന് നോക്കുമ്പം നിങ്ങൾക്ക് നേരെ പരിചയമില്ലാത്ത ഒരു കുട്ടിയാണെന്ന് പറയുന്നുണ്ടാവാം. പക്ഷേ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ആ കുട്ടിക്ക് സപ്പോർട്ടും, ആ പേരൻസ്, ആ സൊസൈറ്റിക്ക് വേണ്ട ഒരു ചേഞ്ചും, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ട ഒരു സപ്പോർട്ട് അവിടെ കൊടുക്കേണ്ട ഒരാവശ്യമുണ്ട്. ഈ ഒരു എന്താ പറയുക, ഇപ്പം ഒരു വ്യക്തി അല്ലെ ഒരു ചൈൽഡ് ഒരു
അൺഅക്സെപ്റ്റഡ് ബിഹേവിയർ എന്നുള്ളൊരു ലെവലിലേക്ക് പോകുന്നത് ഒരു ദിവസം കൊണ്ടുള്ള ഒരു പ്രോസസ്സ് അല്ല അത് പല തവണയുള്ള അവരുടെ ബിഹേവിയർ റീഎൻഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ പല തവണയുള്ള പല പെരുമാറ്റങ്ങളിൽ നിന്നും പോകുന്നതാണ്. ഇമ്പൾസീവായിട്ട് ചെയ്യുന്നതും ഉണ്ടാകാം, ഇമ്പൾസിവിറ്റി ഉള്ളതും ഉണ്ടാകാം. പക്ഷേ അവിടെ നമ്മൾ കാണേണ്ടത് അവർ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണ് ഇതിലേക്കെല്ലാം തന്നെ പോകുന്നത്. സോ അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ട ഒരു സിസ്റ്റമിക് സപ്പോർട്ട്, അത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് തന്നെ അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ആസ് എ പ്രൊഫഷണൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഒരുപാട് പേര് നിരന്തരം ജാസ്മിനെ തേടി വരുന്നുണ്ട് പല രീതിയിലുള്ള കൺസൾട്ടേഷനുമായിട്ട്. അപ്പം കൃത്യമായിട്ട് ഇപ്പോൾ ഈ ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ പാരൻസ് പോലും വീട്ടിലിരുന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഓ ഇങ്ങനെ ചെയ്യാമായിരുന്നു അല്ലേ എന്നുള്ളത്. അത് കൂടുതൽ നന്നായി നമ്മുടെ വീടുകളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് മക്കളെ നോക്കാൻ സാധിക്കട്ടെ എന്ന് കരുതുന്നു. അപ്പം താങ്ക് യു സോ മച്ച് ജാസ്മിൻ ഫോർ ദ ടൈം. താങ്ക് യു. താങ്ക് യു.